കഴിച്ചാവാ? ആണോ? ഓ, ഈ വന്നു നിൽക്കുന്ന നമ്മളെല്ലാം പല രോഗങ്ങളില്ലാത്തവരെന്ന വിചാരം. എൻ്റെ മേശപ്പുറത്ത് നിരത്തി വെച്ചേക്കാണ് ഇവിടെ, ഇങ്ങേർക്കറിയാം മരുന്ന്. ഹായ് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് യൂസഫ് അലി സാറിൻ്റെ ഒരു സേവകനായി, ഒരു മെസ്സഞ്ചറായിട്ടാണ് എത്തിയിരിക്കുന്ന. സ്ഥലം തിരുവനന്തപുരത്ത്. ഞാനിപ്പം നിങ്ങൾക്കറിയാം, വൃദ്ധസദനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ സമ്പത്തിൻ്റെ ഒരു ഭാഗം വൃദ്ധസദനങ്ങൾക്കുള്ളതാണ്. അത് കുറച്ചെണ്ണം ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്ത് പോകാറുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് തിരുമല അടുപ്പിച്ചിട്ടുള്ള സ്വപ്നക്കൂട് എന്ന് പറയുന്ന വൃദ്ധസദനം, ഓൾഡ് ഏജ് ഹോമിലാണ് എത്തിയത്. നമുക്ക് അവിടെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും കുറച്ച് കാണാം. വരും. സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സിസ്റ്ററും ബാക്കി ഇവരെ നോക്കാൻ നിൽക്കുന്ന സൗകര്യങ്ങളൊക്കെ എന്നെയും കാത്ത് നിൽക്കുകയാണ്. ഞങ്ങളെത്തി. ഇത് വലിയ കെട്ടിടം കണ്ടിട്ടൊന്നും ഞെട്ടണ്ട, വാടകയ്ക്കാണ്. 3 വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് വീടുകളിൽ 2 സ്ഥലങ്ങളിലുള്ളത് അവിടുത്തെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമാർക്കൊന്നും വരാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതിനകത്ത് കുറച്ച് പേര് ഇരുത്തിയിട്ടുണ്ട്. ഇത് വാടകയാണ്, ഫുൾ വാടകയാണ്. അവർ പറയുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് ഞാൻ കൊടുക്കുന്ന 5000 രൂപയോ അതൊന്നും വേണ്ട, സാറ് പറ്റുമെങ്കിൽ കട്ടയോ ഇഷ്ടികയോ വെട്ടുകല്ലോ മറ്റ് വീട് കെട്ടാൻ കുറച്ച് പുരയിടം അവരെങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വീട് കെട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവരുടെ മരണത്തിന് മുമ്പ്, ഇവിടുത്തെ ഈ സിസ്റ്ററിൻ്റെ മരിക്കുന്നതിന് മുമ്പ് ഈ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ആ സ്വന്തമായ വീട്ടിലാക്കിയിട്ട് പോകാമല്ലോ എന്ന ഒരു ദയനീയമായ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്കെന്തായാലും കണ്ടു നോക്കാം. ബാ. നമസ്കാരം. ആ സിസ്റ്റർ അന്ന് ആ പേപ്പറിൽ എഴുതിയാണ്, സിസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അയച്ച അപേക്ഷയിൽ അങ്ങനെയല്ലേ എഴുതിയത് അല്ലേ? അത് തന്നെയാണ്. ഇദ്ദേഹമാണ് ടീച്ചറിൻ്റെ സിസ്റ്ററിൻ്റെ പേര് രമണി. അപ്പോൾ ഈ മാഡം എനിക്ക് അയച്ചപ്പോൾ ആ അപേക്ഷയിൽ, ഇപ്രാവശ്യം വന്ന അപേക്ഷയിൽ എഴുതിയതാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മ ഇവിടെയുള്ള അമ്മമാരെ അച്ഛന്മാരെ എല്ലാം ഒരു സ്വന്തമായൊരു വീടാക്കി അവരെ ആക്കിയിട്ട് എനിക്ക് പോകണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ദൈവം എങ്ങനെ. അല്ല, പോകാനുള്ള വഴി ഇപ്പം നോക്കണ്ട, അത് സമയമാകുമ്പോഴത്തേക്ക് അത് നോക്കിക്കൊള്ളൂ. ആരും വഴിയൊന്നും നോക്കണ്ട, അത് ദൈവം തീരുമാനിക്കും. അപ്പം ഞാൻ വന്നത് എല്ലാ വർഷങ്ങളിലും ലോകത്തിലെ മലയാളികളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തിരിക്കുന്ന വലിയ മനസ്സുള്ള ഒരു മഹത് വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഡോക്ടർ യൂസഫ് അലി സാർ, പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി സാറ്. അദ്ദേഹം എല്ലാ വർഷങ്ങളിലും എനിക്ക് കുറച്ച് പൈസ തരാറുണ്ട്. അപ്പോൾ 6-7 ലക്ഷം രൂപ കഴിഞ്ഞു. ഈ വർഷവും റംസാൻ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പേരെ സഹായിക്കും. കൂട്ടത്തിൽ എനിക്ക് 1 ലക്ഷം രൂപ ഡ്രസ്സ് വാങ്ങാൻ വേണ്ട തന്നു. പക്ഷേ എല്ലാ വർഷങ്ങളിലും എനിക്ക് കിട്ടുന്നത് ഞാൻ എടുക്കാറില്ല, ഞാൻ പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കും. ഈ വൃദ്ധസദനങ്ങളിലും മറ്റ് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ, അതുപോലെ അച്ഛനില്ലാതെ അമ്മയില്ലാതെ പഠിക്കാൻ മിടുക്കരായി വളരുന്ന കുട്ടികളുണ്ട്, അവർക്കുള്ള പഠനോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ എമൗണ്ട് കേരളത്തിലെ പല വൃദ്ധസദനങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെയുള്ള കുട്ടികൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സാധനത്തിൽ ഇവിടെ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കൊരു വീടൊക്കെ വേണം എന്നൊക്കെ ഒരു ആഗ്രഹം അറിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വീഡിയോ ആയിട്ടൊക്കെ പുറത്തേക്ക് ഇടാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ മനസ്സുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഇവരോടല്ല, ലോകത്തോട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ലോക മലയാളികളോട് പറയുക. വസ്തുണ്ട്, അതിനകത്ത് 2 ഷെഡെങ്കിലും കെട്ടാനുള്ള വഴി എത്രയും വേഗം എവിടുന്നെങ്കിലും ഒത്തു കിട്ടിയാൽ അത് സാധിച്ചു കൊടുക്കണം. സ്വപ്നക്കൂട് എന്ന് ഒരു മനസ്സിലൊരു ഭയത്തോടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ഇപ്പം ഞാനും ഒരു രോഗത്തിലാണ്. അതുകൊണ്ട് അത് മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ അച്ഛനമ്മമാർക്ക് കിടക്കാനൊരു ഇടം അവരെ വഴിയിലിട്ടിട്ട് പോകാൻ മനസ്സില്ല. ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു വീട് കെട്ടാനായിട്ട് ആരും നോക്കാനില്ലാതെ ഇനി അങ്ങോട്ട് കൂടിക്കൂടി വരും. കാരണം പുതുതലമുറയിലെ മക്കൾമാർ പലരും മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും മറ്റ് രാജ്യങ്ങൾ സുഖഭോഗം തേടി ഓടുമ്പോൾ ഇവിടെ അമ്മമാരച്ഛന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ഇവരും ജീവിക്കണം. പിന്നെ എനിക്ക് തോന്നുന്ന ഗവൺമെൻറ്റിൻ്റെതായ സഹായങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, കാരണം സ്വന്തമായി കെട്ടിടം ഇല്ലാത്തത് കൊണ്ട്, അല്ലേ? സ്വന്തമായി കെട്ടിടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില ഗവൺമെൻറ് സെക്ഷൻസിൽ നിന്നുള്ള ആ ഒരു ഫണ്ട് കൊടുക്കലൊക്കെ ഇല്ല. അപ്പം ഇതൊരു മനസ്സാണ്.
ഞാൻ ഈ ചാരിറ്റി നടത്തിക്കൊണ്ട് നടക്കുന്നത് ഒരു മനസ്സാണ്. ആ മനസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു 100 രൂപയെങ്കിൽ 100 രൂപ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ സെൻറ്ററിന് ചെയ്തുകൊണ്ട് താമസിയാതെ ഇവർക്കൊരു കെട്ടിടം, ഈ അമ്മമാരെയും അച്ഛന്മാരെയും താമസിപ്പിക്കാൻ തക്ക രീതിയിൽ കെട്ടിടം ഇവിടെ ഒരുക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് എത്ര രൂപയാണ് തരേണ്ടത്? ഇവർ അപേക്ഷ അയച്ചു, ഇവർ കൃത്യമായിട്ട് അപേക്ഷ അയച്ചു. അതും പ്രകാരം ഞാൻ വന്നത് 5000 രൂപയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ 10 അപേക്ഷകൾ ഞാൻ പ്രതീക്ഷിച്ചിട്ട് അത്രയും അപേക്ഷകൾ വന്നിട്ടില്ല. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ 5000 ആയിട്ടല്ല ഞാൻ കൊടുക്കുക, ഞാനത് ഒരു 10,000 ആയിട്ടാണ് കൊടുക്കുക, 10,000 രൂപയായിട്ടാണ് തരുക. ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണല്ലോ? പക്ഷേ ഇവിടെ വന്ന് കണ്ട് നിങ്ങളിത് സത്യസന്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പം ഞാൻ 5000 കൂടെ കയ്യിൽ നിന്നിട്ട് ഇതൊരു 15,000 ആയിട്ട് ഞാൻ എഴുതുന്നു. ഓക്കെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ ഈ മാഡത്തിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ട്രൂ ചാരിറ്റി, കൂടാതെ സാമൂഹ്യ സേവന രംഗത്ത് സോഷ്യൽ വർക്കിൽ ഡോക്ടറേറ്റും കൂടെ എടുത്തിട്ടുള്ള ഒരു അറിവുള്ള സിസ്റ്ററാണ് ഇവരെല്ലാം. ഇദ്ദേഹം ഹാരിസ് എൻ്റെ സെക്രട്ടറി. നന്നായി, അയൺ ലേഡി നന്നായി. ഒരു ചരിത്ര ഹാരിസ് മാഷ് ഒരു ചരിത്രകാരനും കൂടെയാണ്. എന്തായാലും എല്ലാവരും നന്നായിരിക്കട്ടെ. എന്താ പേര് പറഞ്ഞത്? സോന. എന്താ പേര്? ദിനേഷ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നന്നായിരിക്കട്ടെ, വളരട്ടെ, വളരും, തീർച്ചയായിട്ടും വളരും. അപ്പോൾ ശരി, വളരെ സന്തോഷം. നന്നായിരിക്കട്ടെ. താങ്ക് യു.